ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലമാണ്. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. കാത്തിരുന്ന് കാണാം. ഇന്ന് കളക്ടറുടെ സാന്നിധ്യത്തിലൊരു മീറ്റിംഗ് ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റും ആർളം ആദിവാസി മേഖലയിലെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം ഉൾപ്പെട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം അനീഷ് എന്ന ഗ്രഹനാഥൻ ആനയുടെ അക്രമത്തിൽ മരണപ്പെട്ട വിഷയം എല്ലാവരും ഗൗരവത്തിൽ അവതരിപ്പിച്ചു. അതിന് പരിഹാരം ആനമതിലിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണം. അതേപോലെ തന്നെ ആനകൾ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത് 10 ആനകളിപ്പം ആദിവാസി പുനരധിവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന്. ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾക്ക് പഠനത്തിനുള്ള സഹായം ചെയ്യണം. ഭാര്യയ്ക്ക് ജോലി കൊടുക്കണം. ഈ തീരുമാനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ട ചില കാര്യങ്ങളുണ്ട്. ആന പ്രതിരോധത്തിനുള്ള മതിൽ നിർമ്മാണം മെയ് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ അതിൻ്റെ പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കാട് വെട്ടി തെളിക്കാൻ പ്രത്യേക ഫണ്ട് അനുവദിക്കണം. അതിന് ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. നല്ല മീറ്റിംഗാണ്, എല്ലാവരും പങ്കെടുത്തു. നടപടികൾ തുടർന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു വേറെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ പേരാവൂരിൽ KK ശൈലജ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങ് 2011 മത്സരിച്ച് ആണ് അവിടേക്ക് വീണ്ടും ശൈലജ ടീച്ചറെത്തിയത്. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലമാണ്. വരട്ടെ. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. UDF LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 പഞ്ചായത്ത് കിട്ടി. KK ശൈലജ സണ്ണി ജോസഫ് മത്സരമാണോ? കൊണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. സണ്ണി ജോസഫ് KK ശൈലജ മത്സരമാണോ? ഞങ്ങൾ തമ്മിൽ 11-ൽ മത്സരം നടന്നു. നിത മത്സരം കൊണ്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. നമുക്ക് അങ്ങനെ ഒരു ക്ലാസിക് പോരാട്ടം കാണാൻ കഴിയുമോ? എന്തോ UDFന് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. അല്ല, നമുക്കങ്ങനെ സണ്ണി ജോസഫ് KK ശൈലജ ക്ലാസിക് പോരാട്ടം പേരാവൂരിൽ കാണാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഈ ശൈലജ ടീച്ചർക്ക് പൊതുവെ ഒരു ഇമേജ് ഉണ്ട്, ഒരു വലിയ കോവിഡ് കാലത്തൊക്കെ കേരളത്തെ മുന്നോട്ട് നയിച്ചൊരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. 11-ൽ തോറ്റു, പാർലമെൻറ്റ് ഇലക്ഷനിൽ തോറ്റു, അതുകൊണ്ട് അത് കൂടെ കൂട്ടി വായിക്കാം നമുക്ക്. ശരി, കാണാം. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് CPM പാർട്ടിയല്ലേ, ആരായാലും സാധ്യത ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.